നമസ്കാരം. ഈ ആഴ്ച OTTയിൽ റിലീസ് ചെയ്ത പ്രധാനപ്പെട്ട 5 ചിത്രങ്ങളെക്കുറിച്ച് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ നിരവധി ചിത്രങ്ങൾ ഈ ആഴ്ച OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് ആയതുമായിട്ടുള്ള 5 ചിത്രങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഏതൊക്കെ ചിത്രങ്ങളാണ്, അവ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കിയിട്ട് വരാം. ഈ ആഴ്ച OTTയിലെത്തിയത് 5 ചിത്രങ്ങളാണ്. നിവിൻ പോളിയുടെ സർവം മായ, 2025 ഏറ്റവും വലിയ ഇന്ത്യൻ ഹിറ്റായ ദുരന്തർ, കാർത്തി നായകനായ വാ വാദിയാർ, അനശ്വര രാജന്റെ ചാമ്പ്യൻ, വിക്രം പ്രഭു നായകനായ സിറൈ എന്നിവയാണ് ഈ 5 ചിത്രങ്ങൾ. ഇതിൽ ആദ്യമായി OTT റിലീസ് ചെയ്തത് സർവം മായ ആയിരുന്നു. 2025 വർഷാവസാനം തിയേറ്ററിൽ എത്തി നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയ ചിത്രമാണ് സർവം മായ. അഖിൽ സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി. ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. നിവിന്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി ചിത്രം കൂടിയാണ് സർവം മായ. കേരളത്തിലെ ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം തന്നെ ഏകദേശം 3.50 കോടി രൂപ നേടിയിരുന്നു ചിത്രം. ഇത് നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും മികച്ച സോളോ തുടക്കമാണ്. ഫാന്റസി ഹൊറർ കോമഡി ജേണിയിലാണ് ചിത്രം സഞ്ചരിക്കുന്നത്. ക്രിസ്മസ് ദിനമായ ഡിസംബർ 25-നായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. നിവിൻ പോളിയും അജു വർഗീസും ഒരുമിക്കുന്ന 10ാമത്തെ ചിത്രം എന്ന പ്രത്യേകതയും സർവം മായയ്ക്കുണ്ട്. രണ്ടാമതായി റിലീസ് ചെയ്തിരിക്കുന്നത് ദുരന്തർ എന്ന ചിത്രമാണ്. 2025 ഏറ്റവും വലിയ ഇന്ത്യൻ ഹിറ്റായ ദുരന്തർ നെറ്റ്ഫ്ലിക്സിൽ കാണാം. ഡിസംബർ 5-നായിരുന്നു ചിത്രം തിയേറ്ററിൽ എത്തിയിരുന്നത്. വളരെ കുറച്ച് ദിവസം കൊണ്ടാണ് അപ്രതീക്ഷിതമായ വിജയം ചിത്രം കരസ്ഥമാക്കിയത്. 1000 കോടി ക്ലബിൽ ഇടം നേടിയ ഏക ബഹുഭാഷാ ഇന്ത്യൻ ചിത്രമാണ് ദുരന്തർ. പാകിസ്ഥാനിലെ കറാച്ചിയിലെ അധോലോകത്തിലേക്ക് നുഴഞ്ഞുകയറുന്ന ഹംസ എന്ന റോ ഏജന്റിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ISIയുടെ നീക്കങ്ങളെ തകർക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഹംസ നടത്തുന്ന പോരാട്ടമാണ് സിനിമയുടെ ഇതിവൃത്തം. രൺവീർ സിംഗ്, അർജുൻ രാംപാൽ, സഞ്ജയ് ദത്ത്, മാധവൻ തുടങ്ങിയ വൻ താരനിരകൾ തന്നെ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. അടുത്തത് തമിഴിൽ നിന്നുള്ള ഒരു OTT റിലീസായിരുന്നു. ചിത്രം വാ വാദിയാർ. കാർത്തിയെ നായകനാക്കി നളൻ കുമാരസ്വാമി സംവിധാനം ചെയ്ത ചിത്രമാണ് വാ വാദിയാർ. ഏറെ പ്രതീക്ഷകളോടെ പുറത്തിറങ്ങിയ ചിത്രം തിയേറ്ററിൽ വേണ്ടത്ര വിജയം ലഭിച്ചില്ല. അടുത്ത ചിത്രം എന്ന് പറയുന്നത് ചാമ്പ്യനാണ്. അനശ്വര രാജൻ ആദ്യമായി തെലുങ്ക് സിനിമാ ലോകത്തേക്ക് ചുവടുവെക്കുന്ന ചിത്രം കൂടിയാണ് ചാമ്പ്യൻ. ചന്ദമാമ, കഥലു എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച ദേശീയ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ പ്രദീപ് അദ്വൈതമാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സ്വപ്ന സിനിമാസ്, ആനന്ദി ആർട്ട് ക്രിയേഷൻസ്, സി സ്റ്റുഡിയോസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. തെലുങ്കാന ചരിത്രത്തിലെ പ്രധാന സംഭവമായ ബൈരൻപള്ളി വിപ്ലവത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 25-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ആവറേജ് അഭിപ്രായമായിരുന്നു നേടിയിരുന്നത്. വീണ്ടും ഒരു തമിഴ് ചിത്രമാണ്. ചിത്രത്തിന്റെ പേര് സിറൈ. വിക്രം പ്രഭു നായകനായി എത്തിയ ചിത്രം OTTയിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നവാഗതനായ സുരേഷ് രാജകുമാരിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. വിക്രം പ്രഭുവിനെ കൂടാതെ നവാഗതനായ LK അക്ഷയ് കുമാർ, മലയാളിയായ അനിഷ്മ അനിൽകുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. മരണമാസ്, അയാം കാതലൻ എന്നീ മലയാള ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ അനിഷ്മയുടെ ആദ്യ തമിഴ് ചിത്രം കൂടിയാണിത്. രമ്യ സുരേഷ്, ആനന്ദ തമ്പിരാജ, PL തേനപ്പൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രം ഇപ്പോൾ ZEE5-ൽ ലഭ്യമാണ്. തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടുകയും അതേ അഭിപ്രായം തന്നെ OTTയിലൂടെയും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മികച്ചൊരു ചിത്രം കൂടിയാണ് സിറൈ.